بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള വിധിവിലക്കുകൾ വ്യക്തമായ തെളിവുകളോടെ പഠിച്ചു മനസ്സിലാക്കുകയും അതിനോട് കൂറുപുലർത്തി പവിത്രമായ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും എന്നോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനോട് കൂറുപുലർത്തി ജീവിതം നയിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരണമടയാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാം പവിത്രമാണെന്നും അതിന്റെ ചെറുതും വലുതുമായ മുഴുവൻ നിയമങ്ങളും അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ വഹയിലേക്ക് ഒരു തരിമ്പും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് വല്ലതും എടുത്തു മാറ്റാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അള്ളാഹു അവകാശം നൽകിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പിൽക്കാലത്ത് ചെയ്യുന്നുവെങ്കിൽ അവർ കടത്തിക്കൂട്ടിയ കാര്യമാണ് ബിദ്അത്ത്. മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിൽ ഉൾപ്പെടാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ്. ബിദ്അത്തും തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളണം. ബിദ്അത്തിനെയാണ് തിന്മകളിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ടത്. അതിന്റെ കാരണം
ഇമാം സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. കാരണം ബിദ്അത്ത് ചെയ്യുന്ന ആരും ഇത് തെറ്റാണെന്ന് കരുതുന്നില്ല. ഏതെങ്കിലും മരിച്ചു മറമാടപ്പെട്ട ഒരു മഹാമനുഷ്യന്റെ ഖബറുകൾ കെട്ടിയുയർത്തുകയും ആണ്ടുതോറും അവിടെ ഉറൂസുകളോ ഉത്സവങ്ങളോ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അതൊരു പുണ്യപ്രവർത്തനമാണെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യുന്ന സാധ്യത കുറവാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിമായവൻ കള്ളുകുടിച്ചാൽ, വ്യഭിചരിച്ചാൽ ഒരു പക്ഷേ അയാൾക്ക് കുറ്റബോധമുണ്ടാവുകയും തൗബ ചെയ്യുകയും ചെയ്യും. കാരണം അയാൾക്കൊരാൾ ഉത്ബോധനം നൽകാതെ തന്നെ അത് കുറ്റമാണെന്നറിയാം. ബിദ്അത്തുകൾ ചെയ്യുന്നവർ വ്യക്തമായ തെളിവുകൾ അവരിലേക്ക് വരികയും അവരുടെ ഹൃദയം ആ തെളിവുകളിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലാതെ അത്തരമൊരാളിൽ നിന്ന് തൗബയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൗബ ഇല്ലാതെ തിന്മയുമായി മരിച്ചു പോവുകയും നരകം നമ്മുടെ മേൽ ചുമത്തപ്പെടുകയും ചെയ്യുന്ന സംഗതിയാണ് ബിദ്അത്ത്. ബിദ്അത്ത് ശരിയാണ്. പൗരോഹിത്യത്തിൽ നിന്നാണ് സമൂഹത്തിലേക്ക് വരിക. ജൂത ക്രൈസ്തവരുടെ ആചാരങ്ങളെ ചാണന് ചാണായി മുഴപ്പിന് മുഴമായി പിന്തുടർന്നുകൊണ്ടാണ് സമൂഹത്തിൽ ഉണ്ടാവുക. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് ഹൽഖകളുണ്ടാക്കി ദിക്ർ ചൊല്ലിയ ആളുകൾ അവർ ചോദിച്ചത് ഞങ്ങൾ നല്ലതല്ലേ ചെയ്യുന്നത് എന്നാണ്. ഞങ്ങൾ ഖൈറല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരോട് അദ്ദേഹം ചോദിച്ചത് മാ അസ്റാഹലകതികും യാ ഉമ്മത്ത മുഹമ്മദ്, ഓ മുഹമ്മദിന്റെ ഉമ്മത്തെ എത്ര വേഗമാണ് നിങ്ങൾ നശിച്ചു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഹാ ഹുവ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആനിയതുഹു ലം തുക്സർ, അത് പൊട്ടിപ്പോയിട്ടില്ല. വസിയാബുഹു ലം തുബ്ല, അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ ഇതുവരെ തുന്നിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ പുതിയത് കൊണ്ടുവന്നു എന്നാണ് ചോദ്യം. ഉമ്മത്ത് മുഹമ്മദ് എത്ര പെട്ടെന്നാണ് നശിച്ചു പോകുന്നത്. എന്താ നാശം? അവർ പ്രത്യക്ഷമായി വല്ല തിന്മയും ചെയ്താണ്. തിന്മയാണ്. കാണുന്ന ഒരാൾക്ക് തിന്മയാണെന്ന് തോന്നില്ല. പള്ളിയിൽ കൂടിയിരുന്ന് ഒരാള് സുബ്ഹാന സത്യഭൂമി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ദിക്റല്ലേ, ദിക്റിനേക്കാൾ നമുക്ക് പ്രയോജനം നൽകുന്ന, പരലോകത്ത് മുതൽക്കൂട്ടാകുന്ന വേറെ വല്ല സംഗതിയുമുള്ള ഈ ദുനിയാവിൽ ഒന്നുമില്ല. പക്ഷെ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ രീതി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ സമയങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ എണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എണ്ണമില്ലാതെ ചൊല്ലാവുന്ന ദിക്റുകൾ അതും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചൊല്ലേണ്ടത് ഏത് രൂപത്തിലാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഗതി, ഒരു സുബഹ് ജമാഅത്തിന് മുമ്പ് പള്ളിയിലിരുന്ന് ഒരാളുടെ നേതൃത്വത്തിൽ 100 വീതം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും ചെയ്തപ്പോൾ അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബിദ്അത്തായി. ഇതാണ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി സുന്നത്തുകൾ നന്നായി പഠിക്കണം. എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓതി കേൾപ്പിച്ചത് സൂറത്തു ആൽ ഇംറാനിൽ നിന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണ്. 159-ാമത്തെ ആയത്ത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കരുണ മുഖേന, ലിൻത ലഹും, അവരോട് താങ്കൾ നൈർമല്യം സ്വീകരിച്ചിരിക്കുന്നു, സൗമ്യ സ്വഭാവം സ്വീകരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് സഹവസിക്കുന്ന ആളുകളോട് വളരെ മൃദുവായി പെരുമാറുന്നു. എന്താ കാരണം? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് കാരുണ്യം കൊടുത്തു. എന്തിന്? നന്നായി പെരുമാറാൻ. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി, നീ പരുഷനായിരുന്നുവെങ്കിൽ, പരുക്കനായിരുന്നുവെങ്കിൽ, പരുഷ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ, നീ കഠിനനും പരുഷ ഹൃദയമുള്ളവനുമായിരുന്നെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, നിന്റെ ചുറ്റുപാടുമുള്ളവർ നിന്നെ ഉപേക്ഷിച്ച് മടങ്ങുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുപാടുമുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് കഠിനമായിരുന്നെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയേനെ. നീ അവരോട് വിട്ടുവീഴ്ച കാണിക്കണം. അവർക്ക് നീ മാപ്പ് നൽകണം, ചുറ്റുപാടുമുള്ളവർക്ക് നീ മാപ്പ് കൊടുക്കണം. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് നീ അവരുമായി കൂടിയാലോചിക്കണം. ദീന് തീരുമാനിക്കുന്നിടത്തല്ല, ദുനിയാവിന്റെ ആവശ്യങ്ങളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള പൊതുവിഷയങ്ങളിൽ നീ സ്വയം തീരുമാനമെടുത്തൊരു നേതാവ് എന്നുള്ള നിലക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം കാഴ്ചപ്പാടുള്ള നിന്റെ ചുറ്റുപാടുമുള്ള ആളുകളുമായി കൂടിയാലോചിക്കണം. അങ്ങനെ നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കണം. ഞങ്ങളായതുകൊണ്ട്, റസൂലിന്റെ അനുയായികളുമായതുകൊണ്ട്, ഇന്ന നാട്ടുകാരായതുകൊണ്ട്, ഇന്ന കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഒരു കാര്യം നേടിയെടുക്കാമെന്ന് ആരും കരുതരുത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ പറ്റൂ. എത്ര നിസ്സാരമായ ഒരു കാര്യം ചെയ്യാണെങ്കിലും അള്ളാഹുവിൽ പരമേൽപ്പിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്താ പറയാ? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. അത് ഹൃദയത്തിൽ നിന്നാ വരേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശക്തിയും കഴിവും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫളൽ നമുക്ക് ചൊരിഞ്ഞു തന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തീർച്ചയായും അല്ലാഹു പരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 159-ാമത്തെ ഈ ആയത്ത് ഊതിക്കേൽപ്പിച്ചുകൊണ്ട് താബിഈകളിൽ പ്രമുഖനായ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹാദാ ഖുലുഖു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസഹു അല്ലാഹു ബി. ഇതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസ്കാരം, സ്വഭാവം. ഈ സ്വഭാവവുമായാണ് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ഈ ഉത്കൃഷ്ട ഗുണങ്ങളോടുകൂടിയാണ് അതുള്ളത്. അദ്ദേഹം വീണ്ടും വിശദീകരിച്ചു. മറ്റൊരായത്തിൽ പരാമർശകാര്യവും ഈ ആയത്തിലുണ്ട്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും. അദ്ദേഹം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനും അനിഷ്ടമാണ്. ഹരീസുൻ അലൈക്കും. അദ്ദേഹം നിങ്ങളോട് വളരെ താല്പര്യമുള്ളവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളോട് കനിവും കരുണയുമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണങ്ങൾ പറയാം. അതായത് ചുറ്റുപാടുമുള്ള ആളുകൾ വിഷമിച്ചാൽ അദ്ദേഹത്തിനും വിഷമിക്കും. അത് അവരല്ലേ എന്ന് വിചാരിച്ച് ഒഴിയില്ല. അതേപോലെ തന്നെ അവരുടെ നേട്ടങ്ങളിൽ വലിയ താല്പര്യം, അതേപോലെ തന്നെ അവരോട് എപ്പോഴും കൃപ, കനിവ്, അവരോട് എപ്പോഴും ദയയും കരുണയും കാണിക്കും. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അബൂ റാഷിദുൽ ഹർറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, അഖദ ബിയദി അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു. അബൂ ഉമാമ അദ്ദേഹം എന്റെ കൈകൾ പിടിച്ച്, ബാഹിലി ഗോത്രക്കാരനായ അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈകളിൽ പിടിച്ചു. വഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബാ ഉമാമ ഇന്ന മിനൽ മുഅ്മിനീന മൻ യലീനു ലഹു ഖൽബി. തീർച്ചയായും സത്യവിശ്വാസികൾ ആരാണ് എന്നറിയാമോ? അവനോട് എന്റെ ഹൃദയം മാർദ്ദവം കാണിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് സൗമ്യമായി പെരുമാറുമോ അയാളാണ് സത്യവിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യതയോടുകൂടി പെരുമാറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത എത്രത്തോളമാണ് നമുക്കുണ്ടാവുക എന്ന് ഓരോരുത്തരും നന്നായി വിലയിരുത്തണം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുവന്നു എന്ന് പഠിക്കണം. വിദേഹത്തുകളുടെ ഗൗരവം മനസ്സിലാക്കിയതിനു ശേഷം അത് സമ്പൂർണ്ണമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ജീവിതത്തിൽ നിന്നും നാട്ടിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി ശക്തമായ പോരാട്ടത്തിന് തയ്യാറാകാൻ നാം തീരുമാനിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ വരുന്നിടത്തൊക്കെ സുന്നത്ത് പോയിട്ടുണ്ടാവും. ആ സുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക നമ്മുടെ ബാധ്യതയാണ്. അതിന് ആദ്യമായി നമ്മൾ വിലയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന ഹത്താ കുൻതു മിനൽ ഖർനി അല്ലദീ കുൻതു ഫീഹി. ഞാൻ നിയുക്തനായിരിക്കുന്ന ഈ തലമുറ, ആദം അലൈഹിസ്സലാം മുതൽ ഈ തലമുറ വരെയുള്ള മുഴുവൻ തലമുറകളിലും വെച്ച് ഏറ്റവും നല്ല തലമുറയിലാണ് ഞാൻ നിയുക്തനായത്. ഞാൻ നിയോഗിക്കപ്പെട്ടു മിൻ ഖൈരി ഖുറൂനി ബനി ആദം, മനുഷ്യകുലത്തിലെ ഏറ്റവും നല്ലൊരു തലമുറ. ഈ ലോകത്ത് എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ആദം മുതൽ ഇങ്ങോട്ട്.
അത് ലോകത്ത് ഏറ്റവും നല്ല തലമുറ ജീവിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ആ കാലഘട്ടത്തിലാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാര് പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹം നേരിട്ട് തർബിയത്ത് കൊടുത്ത് വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ ഒരു തലമുറ എങ്ങനെ ജീവിച്ചു എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ സ്വഹീഹായ ചരിത്രം നമ്മൾ പഠിക്കണം. ചരിത്രം വായിക്കുന്നതും ഹദീസ് വായിക്കുന്ന പോലെ തന്നെ. ഇന്ന് ചരിത്രം എന്ന് പറഞ്ഞാൽ കുറെ കെട്ടുകഥകളാണ്. കേൾക്കാൻ നല്ല രസമുണ്ടാവും. ചിലപ്പോൾ സ്വഭാവപരമായി നമ്മൾ ഉയർത്താനൊക്കെ സാധിക്കും. വഴീഫായ കുറെ കഥകൾ ഒരിക്കലും അത് സ്വഹാബത്തിന്റെ പേരിലേക്കോ റസൂലിലേക്കോ ചാർത്താൻ പാടില്ല. സ്വഹീഹായത് തന്നെ എമ്പാടും ആവശ്യത്തിന് നേരം പുലരുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഏത് സന്ദർഭത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കെല്ലാം മാതൃകയാക്കേണ്ട വിഷയങ്ങൾ സ്വഹീഹായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് വ്യാജങ്ങളുടെ പിറകെ പോകാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് ഹിറക്കൽ ചക്രവർത്തിയുടെ അരികിൽ ഒരു പരാമർശമുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, മിൻ ഫീഹി ഇലാ ഫിയ്യ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്റെ വായിലേക്ക്. നേരിട്ട് ഞാൻ കേട്ടതാണെന്ന് അർത്ഥം. അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് അനുഭവം പറയാം. എന്താണ് അനുഭവം? ആരാണ് റസൂൽ? അതിന്റെ ആ മഹത്വത്തോടുകൂടി ഞാൻ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം, നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് റസൂലിന്റെ പേരിൽ കള്ളക്കഥകളാണ്. റസൂലിനെ തന്നെ വിളിച്ച് പാടുന്ന മാലകളും മൗലിദുകളുമാണ്. പക്ഷെ സ്വഹീഹായ ഒരുപാട് വചനങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാനുണ്ട്. ഹിറക്കൽ എന്ന രാജാവിന്റെ അരികിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് അബൂ സുഫിയാൻ സംസാരിച്ച ഒരു ഘട്ടമുണ്ട്. ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരായ ചില ആളുകൾക്ക് നിങ്ങൾ അഭയം കൊടുത്തിരിക്കുന്നു, ഞങ്ങളുടെ കൂടെ തിരിച്ചുവിടും. മുഹമ്മദിന്റെ അനുയായികൾ, അവൻ തമ്മാടിയാണ്, കുടുംബത്തിൽ ചിത്രതയുണ്ടാക്കുന്നവനാണ്, പ്രശ്നമുണ്ടാക്കുന്നവനാണ്, ഇങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോ ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹം ചോദിച്ചു, ഹൽ ഹാഹുന അഹദ് മിൻ ഖൗമി ഹാദ റജുൽ അല്ലദീ യസൂമു അന്നഹു നബി, നബിയാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യന്റെ ജനതയിൽപ്പെട്ട ആരെങ്കിലും ഇവിടെയുണ്ടോ? ഖാലു നാം, അവർ പറഞ്ഞുണ്ട്. അങ്ങനെ ഖുറൈശികളെ വിളിച്ച് ആ കൂട്ടത്തിലെ അബൂ സുഫിയാനോട് ചോദിച്ചു, അയ്യുക്കും അഖറബു നസബൻ മിൻ ഹാദ റജുൽ അല്ലദീ യസൂമു അന്നഹു നബി, നബിയാണെന്ന് വാദിക്കുന്ന ഒരാളെ കുറിച്ച് എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ആ നബിയാണെന്ന് വാദിക്കുന്ന അനുയായികൾക്ക് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ നബി എന്ന് പറയുന്ന ആളെ കുറിച്ച് അറിയണം. ആ നബി എന്ന് വാദിക്കുന്ന വ്യക്തിയുമായി ബന്ധമുള്ള കുടുംബബന്ധമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അടുത്ത ബന്ധമോ ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ ആ കൂട്ടത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബബന്ധമുള്ള ആളാണ്. ആര്? അബൂ സുഫിയാൻ. മുമ്പും പിമ്പും രക്തബന്ധമുണ്ട്, കെട്ടുബന്ധവുമുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ അദ്ദേഹത്തെ കുടുംബബന്ധമുള്ള ആളാണല്ലോ ചോദിക്കേണ്ടത്. അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് അബൂ സുഫിയാൻ തന്നെ പറയാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നേരിട്ട് കേൾക്ക്, എന്താ പറയുന്ന വിഷയം? എന്നെ ഹിറക്കൽ ചക്രവർത്തി ഏറ്റവും മുന്നിലിരുത്തി, എന്റെ കൂടെയുള്ളവരൊക്കെ പിന്നിലിരിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അദ്ദേഹത്തിന് തൊട്ടുമുന്നിലിരുത്തി, ഹിറക്കൽ രാജാവിന്റെ, എന്റെ കൂടെ വന്നവരെ എന്റെ പിറകിലിരുത്തി. എന്നിട്ട് മുത്തർജിമിനെ വിളിച്ചു. ഭാഷ അബൂ സുഫിയാന്റെ അറബി ഭാഷ ഇദ്ദേഹത്തിന്റെ പേർഷ്യൻ ഭാഷയിലേക്ക് എന്ത് ചെയ്യണം? വിവർത്തനം ചെയ്തു കൊടുക്കണം. അതിനാളെ വിളിച്ചു. അങ്ങനെ വിവർത്തകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളോട് അല്ലെങ്കിൽ ഇവരോട് നീ ചോദിക്കണം, ഇന്നി സായിലുൻ ഹാദ റജുൽ അല്ലദീ യസഅമു അന്നഹു നബി, നബിയാണെന്ന് വാദിക്കുന്ന ഇയാളെ കുറിച്ച് എനിക്ക് ചോദ്യമുണ്ട്. ഞാൻ ഇയാളോട് ചോദിക്കും, അയാൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കളവ് മറുപടി പറഞ്ഞാൽ നിങ്ങളത് കളവാക്കാം. അത് പറഞ്ഞാൽ ശരിയല്ല എന്ന് കേൾക്കണം പറയാം. മനസ്സിലായില്ലേ? കളവ് പറഞ്ഞാൽ ഞാൻ സമ്മർദ്ദത്തിൽ അകപ്പെടുകയായിരുന്നെങ്കിൽ ഞാൻ കളവേ പറയും. മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ നുണ മാത്രം പറയാനിരിക്കാം. പക്ഷെ ഞാൻ നുണ പറഞ്ഞാൽ, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഖുറൈശി ഗോത്രത്തിൽ വലിയ സ്ഥാനവും മഹത്വവും മഹിമയുമെല്ലാമുള്ള ആളാണ്. അയാൾ ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ ആരെങ്കിലും കളവാണെന്ന് ആംഗ്യം കാണിച്ചാലോ? ഈ വലിയ രാജാവിനോട് ഞാൻ മനസ്സിലായി പോയില്ലോ. അങ്ങനെ ഒരു സമ്മർദ്ദം എനിക്കില്ലായിരുന്നു. ആരെങ്കിലും ഒരാൾ, എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്ന ഉറപ്പില്ല, കാരണം മുമ്പ് കരാറുണ്ടാക്കിയിട്ടില്ല. പെട്ടെന്നാണ് രാജാവ് അങ്ങനെ കൽപ്പിച്ചത്. പോയി പറഞ്ഞു. അതുകൊണ്ട് അബൂ സുഫിയാനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് അബൂ സുഫിയാൻ കളവാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അയാൾ കളവാണ് പറയുന്നത് അടയാളം കൊണ്ട് പറയാം.
അയാളോട് ചോദിക്ക് കൈഫ ഹസബുഹു ഫീക്കും, ആ നബിയുടെ തറവാട് എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? രാജാവ് ചോദിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു വഫീനാ ദു ഹസബ്, നല്ല തറവാടിത്തമുള്ളവനാണ്. ഞാൻ പറയാൻ വിചാരിച്ചത് ഒരു ഒന്നിനും കൊള്ളരുതാത്തവനാണെന്നാണ്, പക്ഷെ പിറകിലുള്ളവരെ ഞാൻ നുണയാണ് അയാൾ പറയുമ്പോൾ പിന്നെ ഞാൻ ഉത്തരം പറഞ്ഞ അർത്ഥമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സത്യം പറയാൻ തീരുമാനിച്ചു. വഫീനാ ദു ഹസബ്, അറേബ്യയിലെ ഏറ്റവും നല്ല കുടുംബം, ഉന്നത തറവാടിത്തമുള്ളയാളാണ്, ഖുറൈശി കുടുംബത്തിലാണ്. ഫഹൽ കാന മിൻ ആബാഇഹി മലിക്, ഈ നബിയാണെന്ന് പറയുന്ന ആളുടെ പിതാമഹന്മാരിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. ഖുൽതു, അബൂ സുഫിയാൻ പറഞ്ഞു ലാ ഇല്ല. ഖാല ഫഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യകൂന മാ ഖാൽ? ഖുൽതു ലാ. നിങ്ങൾ ഈ നബിയാണെന്ന് വാദിക്കുന്നതിന് മുമ്പ് വല്ലപ്പോഴും അയാൾ നിങ്ങളുടെ സമൂഹത്തിൽ നുണ പറഞ്ഞ ചരിത്രമുണ്ടോ? നബി ആകുന്നതിന് മുമ്പ് ഈ മുഹമ്മദ് നുണ പറഞ്ഞിട്ടുണ്ട്? അബൂ സുഫിയാൻ പറഞ്ഞു നുണയെ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എന്നിട്ടോ മുഹമ്മദ് നബിയുടെ പിന്നാലെ കൂടുന്ന ആളുകൾ, അദ്ദേഹത്തെ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ നാട്ടിലെ പ്രമാണിമാരാണോ സാധാരണക്കാർ? ദുർബലരാണ്. ബൽ വഫാഹും, പ്രമാണിമാരല്ല ദുർബലരാണ്. മുഹമ്മദിന്റെ അനുയായികൾ എണ്ണം ദിനംപ്രതി കൂടി വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല, കുറയല്ല, ബൽ യസീദുൻ, കൂടുക. هل يرتد أحد منهم من دينه بعد أن يدخل فيه سخطة له? അദ്ദേഹത്തിന്റെ മതത്തിൽ ആരെങ്കിലും പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ല, വളരെ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, അത് നമ്മുടെ വിഷയം അതാണ്. അദ്ദേഹം വളരെ മോശമായി പെരുമാറുന്ന ആളാണ്, സ്വാർത്ഥ താല്പര്യക്കാരനാണ്, കിബറനാണ്. അങ്ങനെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചിട്ട് മുഹമ്മദിന്റെ മതത്തിൽ ചേർന്ന ആരെങ്കിലും ആ മതം വിട്ടുപോയിട്ടുണ്ടോ? ഇസ്ലാമിൽ വന്നതിന് ശേഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ പേരിൽ സ്വഭാവ ദൂഷ്യം ഉന്നയിച്ചു പോയിട്ടുണ്ട്. പിൽക്കാലത്തിലെ കപടവിശ്വാസികൾ പോയിട്ടുണ്ട്, കാരണം അവർ ഹൃദയം കൊണ്ട് നേരത്തെ സ്വീകരിച്ചിട്ടില്ല. അതല്ല, ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു. അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ആരും പോയിട്ടില്ല. ഫഹൽ ഖാതൽതുമൂഹു, നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാറുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ? ഖുൽതു നഅം, അതെ, ഞങ്ങൾ യുദ്ധം ചെയ്യാറുണ്ട്. ഫകൈഫ കാന ഖിതാലുകും ഇയ്യാഹു, നിങ്ങൾ അയാളോട് മുഹമ്മദിനോട് യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അതിന്റെ റിസൾട്ട് എന്താണ്? ഖുൽതു, ഞാൻ പറഞ്ഞു തകൂനുൽ ഹർബു ബൈനനാ വബൈനഹു സിജാല, യുദ്ധത്തിന്റെ പരിണത ഫലം ഞങ്ങൾക്ക് പകുതിയും പകുതിയുമാണ്. സിജാൽ എന്ന് പറഞ്ഞ സമമാണ്. യുസീബു മിന്നാ വനുസീബു മിൻഹു, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അദ്ദേഹം ജയിക്കും. ചില യുദ്ധത്തിൽ ഞങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാകാറുണ്ട്, ചില യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന് മേൽക്കോയ്മ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം ചോദിച്ചു, രാജാവ് ചോദിച്ചു, അദ്ദേഹം ആരെങ്കിലും വഞ്ചിച്ചത് നിങ്ങൾക്കറിയാമോ? ഒരു കാര്യം വാക്കു കൊടുത്തിട്ട് ലംഘിച്ചത് നിങ്ങൾക്കറിയാമോ? കൊൽത്തു, അബൂ സുഫിയാൻ പറഞ്ഞില്ല, ഉണ്ടായിട്ടേ ഇല്ല, അദ്ദേഹം വഞ്ചിക്കാറില്ല. ശത്രുവാണി പറയുന്നത് ഒരു കുത്തുവെച്ചു കൊടുത്തു, ഇനി ഇപ്പൊ ലംഘിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇതുവരെ ലംഘിച്ചിട്ടില്ല, ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളായിട്ട് ചില കരാറുണ്ട്, അത് ലംഘിക്കുമ്പോൾ ഇനി നാട്ടിൽ പോയിട്ട് വേണം നോക്കാൻ. എന്തിനാ അഥവാ നോക്കിയോ എന്നുള്ള നിലക്ക് വെറുതെ ഒന്ന് അദ്ദേഹം ഇടിച്ചതായിട്ടാണ് ചോദിച്ചു. വല്ലാഹി മാ അംകനനി മിൻ കലിമത്തിൻ അദ്ഖുലു ഫിഹാ ശൈഅൻ ഗൈറ ഹാദിഹി ഫഹൽ ഖാല ഹാദൽ ഖൗലു അഹദുൻ ഖബ്ല. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയാൻ ഏതെങ്കിലും ഒരു വാക്ക്, വല്ലാഹി മാ അംകനനി മിൻ കലിമത്തിൻ അദ്ഖുലു ഫിഹാ, എനിക്ക് സൗകര്യമുള്ള, എനിക്ക് കടന്നു ചെല്ലാൻ സൗകര്യമുള്ള ഇതല്ലാത്ത ഏതെങ്കിലും ഒരു വാക്ക്. ഫഹൽ ഖാല ഹാദൽ ഖൗലു അഹദുൻ ഖബ്ലഹു, അദ്ദേഹം പറയുന്ന അത്തരം വാക്ക് നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ, അതേപോലുള്ള ആദർശം അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുമ്പ് ആരെങ്കിലും ആ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? ഖുൽതു ലാ, ഇല്ല. അപ്പൊ തർജുമാനോട് പറയാൻ പറഞ്ഞു, കുല്ലഹു, നീ പറഞ്ഞു കൊടുക്കുക, ഇന്നി സഅൽതുക അൻ ഹസബിഹി ഫീകും, ഞാൻ അബൂ സുഫിയാനോട് പറയാം, നിന്നോട് ചോദിച്ചത് അയാളുടെ തറവാടിനെ കുറിച്ചാണ്. ഫസഅൽത അന്നഹു ഫീകും ദു ഹസബ്, നല്ല തറവാടിലാണ് നീ പറഞ്ഞത്. വകദാലിക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബു ഖൗമിഹ, അങ്ങനെ തന്നെയാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും നല്ല തറവാട്ടിലാണ് വരിക. ഫസഅൽതുക, പിന്നീട് ഞാൻ നിന്നോട് ചോദിച്ചു, ഹൽ കാന ഫി ആബായിഹി മലികുൻ, പിതാമഹന്മാരിൽ പിതൃപരമ്പരയിൽ രാജാക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കുൽത്തു, എനിക്ക് പറയാമായിരുന്നു റജുലിയത്തുൽ മുൽക ആബായി, ബാപ്പമാരുടെ അധികാരം പിടിച്ചെടുക്കാൻ നബിയാണെന്ന് നുണ പറഞ്ഞു വരികയാണെന്ന് പറയാം. അപ്പൊ രാജാക്കന്മാരില്ല, അതുകൊണ്ട് പഴയ അധികാരം പിടിച്ചു വാങ്ങാനാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അവരുടെ അദ്ദേഹത്തിന്റെ അനുയായികൾ ദുർബലരാണോ പ്രമാണിമാരാണോ എന്ന് അൽപ്പിച്ചു.
ഫഖുൽത, അപ്പോൾ താങ്കൾ പറഞ്ഞത് ബൽ ദുആഫാഹും, ദുർബലരാണ് എന്നാണ്. വഹും അത്ബാഉ റസൂലി, എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാരുടെ ആദ്യത്തെ അനുയായികൾ ആര് തന്നെയാണ്? ഏത് പ്രവാചകന്റെയും ആദ്യം കൂടെ വരുന്ന ആളുകൾ ആ നാട്ടിൽ ദുർബലരും സാധാരണക്കാരുമാണ്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. പിന്നെ ഞാൻ ചോദിച്ചത് ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബ്, കളവ് ആരോപിച്ചിട്ടുണ്ടോ എന്നോ? ഖബലാൻ യഖൂൽ മാ ഖാൽ, ഇപ്പൊ പറയുന്ന വിഷയം പറയുന്നതിന് മുമ്പ് അദ്ദേഹം പ്രബോധനം നടത്തുന്ന വിഷയമുണ്ടല്ലോ, തൗഹീദ് അടക്കമുള്ള കാര്യങ്ങൾ, പരലോകത്തെ കുറിച്ച്, അത് പറയുന്നതിന് മുമ്പ് വല്ല കളവ് പറഞ്ഞിട്ടുണ്ടോ? ഫസാന്ത, അല്ല, അങ്ങനെ കളവ് പറയാറില്ല എന്നാണ് നീ ഉത്തരം പറഞ്ഞത്. ഫഅറഫ്തു, എനിക്ക് മനസ്സിലായി. അന്നഹു ലം യകുൻ ലിയദഅൽ കദിബ അലൽ അന്നാസ്, ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ ജനങ്ങളോട് കളവ് പറയില്ല അദ്ദേഹം എന്നെനിക്ക് മനസ്സിലായി. ഹൽ യർതദ്ദു അഹദുൻ, പിന്നെ ഞാൻ ചോദിച്ചതെന്താണ്? സുമൈദഹു ഫസഅൽതുക ഹൽ യർതദ്ദു അഹദുൻ മിൻഹും അൻ ദീനിഹി ബഅദ യദ്ഖുലു ഫീ, അദ്ദേഹത്തിന്റെ മതത്തിൽ കിടന്ന ആരെങ്കിലും മുർത്തദായി പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള സഖ്തത്തല്ലഹു, അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫസഅൽത, അല്ല, ഇല്ല എന്ന് പറഞ്ഞു. വകദാലികൽ ഈമാൻ ഇദാ ഖാലത്ത് ബശാശത്തുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ വിശാലതയിൽ ഈമാൻ കയറിയാൽ അങ്ങനെയാണ്. അത് നിസ്സാരമായ താല്പര്യത്തിന് ഇറങ്ങിപ്പോവില്ല. ഇതൊക്കെ ആര് പറഞ്ഞു? ഹിറക്കൽ ചക്രവർത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ ചോദിച്ചത് വസഅൽതുക ഹൽ യസീദൂന അം യൻഖുസൂൻ, കുറയാണോ കൂടാണോ ചോദിച്ചപ്പോൾ അന്നഹു യസീദു, ഫസാന്ത അന്നഹു യസീദു, കൂടുന്നു പറഞ്ഞത്. വകദാലികൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം അങ്ങനെയാണ്. അതെന്താ ചെയ്യാ? അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ കുശ സ്വീകരിക്കുന്ന ആളുകൾ ആ റിസാലത്ത് പൂർത്തീകരിക്കും. യുദ്ധം ചെയ്യാറുണ്ടെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം എന്താണ്? രണ്ടു കൂട്ടരും സമമായ കണക്കനുസരിച്ചാണ് ജയവും പരാജയവും ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാർ തുരുത്തല, അപ്രകാരം പ്രവാചകന്മാർ പരീക്ഷണങ്ങൾക്ക് അവർക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. പക്ഷേ അവസാന വിജയം പ്രവാചകന്മാർക്കുമായിരിക്കും. ഇതൊക്കെ താൻ പഠിച്ച ചരിത്രപാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് പറയാം. ഈ ഒരു ചെറിയ സംഭാഷണ ശകലത്തിൽ എത്ര വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് നമ്മുടെ പ്രവാചകനെ സംബന്ധിച്ച്. എന്നിട്ട് അവസാനം പറയാറുണ്ട്, അതുകൊണ്ട് തന്നെ ചതിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നീ ചതിക്കില്ല എന്ന് പറഞ്ഞു. അതെ, ഒരു പ്രവാചകന് ഒരു കാലത്തും ആരെയും ചതിക്കാറില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഇദ്ദേഹം വാദിച്ചതുപോലെ മുമ്പാരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? മുമ്പൊരു നബി വാദിയുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ വേറൊരാൾ നബി വാദിക്കുന്നത് കേട്ടിട്ട് വലുതായപ്പെട്ട മുഹമ്മദും വാദിച്ചു എന്ന് പറയാം. അങ്ങനെ നബിത്വവാദവുമായി നടന്ന മറ്റാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് അടുത്ത ചോദ്യം. അതും ഉണ്ടായിട്ടില്ല. അതും ഇല്ല എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. പിന്നെ അവസാനം അദ്ദേഹം ചോദിച്ചു, ശരി, നിങ്ങളിൽ വന്ന ഈ പ്രവാചകൻ നിങ്ങളോട് എന്ത് കൽപ്പിക്കും? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങളോട് പറയുന്നത് നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, കുടുംബബന്ധം ചേർക്കണം, നല്ല വിശുദ്ധമായ സ്വഭാവം സ്വീകരിക്കണം, വിശുദ്ധമായ പവിത്രമായ സ്വഭാവം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അബൂ സുഫിയാനോട് പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അത് നബി തന്നെയാണ്. മനസ്സിലായില്ലേ? അത് നബി തന്നെയാണ്. ഞാൻ അതിന്റെ മുഴുവൻ വായിക്കുന്നില്ല. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഒരു കത്തുണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ. ആ കത്ത് കൊടുത്തു. ആ കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹിറക്കൽ, മുഹമ്മദ് നബിയിൽ നിന്ന് ഹിറക്കൽ ചക്രവർത്തിയിലേക്ക്, അലി റോമാ ചക്രവർത്തിയിലേക്കുള്ള പിന്നെ കത്താണ്. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, അവിശ്വാസികളോട് മുസ്ലിങ്ങളുടെ സലാം പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അവരോട് സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, ഹിദായത്ത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ സലാമുള്ളൂ, മുസ്ലിമായവരെ സലാമുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണ് ആ മുസ്ലിങ്ങൾക്കുള്ള സലാം. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, ഹിദായത്ത് സ്വീകരിക്കുന്നവർക്ക് സലാം. അമ്മാ ബഅദ്, എന്നിട്ട് പറഞ്ഞു, ഫഇന്നി അദൂക ബിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ക്ഷണം ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. അസ്ലിം തസ്ലം, മുസ്ലിമായാൽ നിനക്ക് നരകമോചനം കിട്ടും. വഅസ്ലിം യുഅതികല്ലാഹു അജ്റക, നീ മുസ്ലിമായാൽ നിനക്ക് അല്ലാഹു പ്രതിഫലം തരും, മറത്തിന് 2 വട്ടം. ഫഇൻ തവല്ലൈത, നീ തിരിഞ്ഞു കളഞ്ഞാൽ പിന്നെ അലൈക, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് സംഭവിക്കാനുള്ളത് ഇസ്മൽ അരീഫിഹി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ സാധാരണ കർഷകർക്ക് സംഭവിക്കുന്ന ഒരു നിലപാടിലേക്ക് നീ ഒരു രാജാവ് എന്നുള്ളത് നീ ഒരു സാധാരണക്കാരനായി മാറും. നിനക്ക് ഇനി രാജ്യം ഭരിക്കാനുള്ള അവകാശമില്ല. അതല്ലാത്ത പക്ഷം നിനക്ക് 2 നേട്ടമുണ്ടാകും എന്നാര് പരിചയപ്പെടുത്തി. എന്നിട്ട് ക്രൈസ്തവനായതുകൊണ്ട് ചില ആയത്തുകൾ, യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും, നിങ്ങൾക്ക് നമുക്കുമിടയിൽ തുല്യമായ ഒരു വചനം, അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല, റബ്ബല്ല, അല്ലാഹു അല്ലാത്ത ആളെ റബ്ബായി സ്വീകരിക്കരുത് എന്നിങ്ങനെ തുടങ്ങി തൗഹീദിന്റെ ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ ആയത്ത്, അതിന്റെ അവസാനം വിശ്വദൂതി എന്നാ മുസ്ലിമോർ വരെ ചെയ്തു ഒരു കേൾപ്പിച്ചു. ഇത്രയും ആയത്തുകൾ ഉൾപ്പെടുത്തി ഒരു കത്താണ് കൊടുത്തത്.
ഈ കത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ ഹിറക്കൽ ചക്രവർത്തിയുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചു. ആ ദൂതൻ വന്നത് കേട്ടപ്പോഴാണ് അബൂ സുഫിയാൻ വിളിച്ചു ചോദിക്കുന്നത്. അപ്പൊ കത്ത് കേട്ട സമയത്ത് അബൂ സുഫിയാന് ഹിറക്കൽ ചക്രവർത്തി കൊടുത്ത മറുപടി അവിടെ ഉണ്ട് സമൂഹത്തിന് മുന്നിൽ. അവർക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ഹിറക്കൽ ഇപ്പൊ മുസ്ലിമാകും. ലഖദ് അമിറ അംറു ഇബ്നു അബീ കബ്ശ, അബൂ കബ്ശയുടെ മകന്റെ കാര്യം വിജയിച്ചു എന്ന് അബൂ സുഫിയാൻ പറയാണത് കണ്ടിട്ട്. ആ സമയത്തുള്ള സന്ദർഭം മനസ്സിലാക്കിയത്, ആ സദസ്സിൽ ഹാജരുണ്ടായിരുന്ന കത്ത് വായിക്കുമ്പോൾ അവിടെ ഹാജരുണ്ടായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞു അബൂ കബ്ശയുടെ മകന്റെ കാര്യം വിജയിച്ചു. എന്നാൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, രാജാവ് ഇസ്ലാം സ്വീകരിച്ചു എന്നായി പറയാൻ പോകുന്നു. അബൂ കബ്ശയുടെ മകൻ എന്നുള്ളത് ഒന്ന് ആക്ഷേപിച്ചതാണ്. കാരണം എന്താണ്? വളർത്തുപുത്രൻ പാല് കൊടുത്ത് വളർത്തിയ ഹലീമാ ബീവിയുടെ ഭർത്താവാണ് ആര്? അബൂ കബ്ശ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് വിളിച്ചതായിട്ടാൻ കഴിയുമെങ്കിൽ ആര് ചെയ്യും? അക്കാലത്ത് അബൂ സുഫിയാൻ ചെയ്യും. ഇത് പിൽക്കാലത്ത് അബൂ സുഫിയാൻ തന്നെ പറയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു ഇന്നഹു ലയഖാഫുഹു മലിക് ബനിൽ അസ്ഫർ ഫമാ സിൽതു മൂഖനം ബിഅംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നി ബനുൽ അസ്ഫർ എന്ന വെള്ളക്കാർ, മഞ്ഞക്കാരെന്നാണ് അർത്ഥം, പക്ഷെ വെള്ളക്കാരെ കുറിച്ച് അങ്ങനെ പറയാം. ഈ വെള്ളക്കാരെ രാജാവിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടായി. അയാളെന്ത് ചെയ്യും? അവരുടെ കൂടെ എന്ന ഒരു പേടി, മുഹമ്മദിന്റെ കാര്യത്തിൽ അയാൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. ഇസ്ലാം എന്ന് ഇസ്ലാം എനിക്ക് സ്വീകരിച്ചാലോ എനിക്കും തോന്നി, ഉറച്ചു തോന്നിയ ഒരു സമയമാണ്. ഇത്രയും വലിയൊരു ഗാംഭീര്യത്തോടുകൂടി ഇസ്ലാം വിളങ്ങി നിൽക്കുന്ന ഒരു സമയം. അബൂ സുഫിയാൻ ആദ്യമായി ഇസ്ലാം സ്വീകരിക്കണമെന്ന് കരുതിയ സമയം, പക്ഷെ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് കരുതിയ ഒരു സമയമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഹിറക്കൽ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ സംഭവിച്ചതറിയാമോ? ഇത് വായിച്ചതോടുകൂടി അവിടെ ആകെ ബഹളായി, പല വർത്താനം ഉണ്ടായി. അപ്പൊ ആളുകൾ എല്ലാവരും ഹിറക്കൽ ചക്രവർത്തിക്കെതിരെ അവിടുത്തെ വലിയ ഈ ഉലമാ എന്നറിയപ്പെടുന്ന രാജകൊട്ടാരത്തിലെ മഹാന്മാർ, പല വലിയ വലിയ ആളുകളൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച് സംസാരിച്ചു, ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ അമർഷം രേഖപ്പെടുത്തി, അവിടെ ബഹളമുണ്ടായി. ആ സമയത്ത് ഇയാളൊരു കളവ് പറഞ്ഞു. ആര്? ഹിറക്കൽ. ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് മുഹമ്മദിന്റെ ഗുണം പറഞ്ഞത്. മുഹമ്മദ് ഗുണമുള്ള ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്തിനാ? രാജസ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ രാജാവിന്റെ പദവി നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ഹക്ക് വെളിപ്പെട്ടിട്ട് അത് തള്ളിക്കളഞ്ഞ രാജാവാണ് ആര്? ഹിറക്കൽ. അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വിളങ്ങി നിന്ന ഒരു ഘട്ടം നിങ്ങൾ നോക്കൂ. നമ്മൾ ശരിക്കും പഠിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ എണ്ണിപ്പടിക്കേണ്ടതുണ്ട്. അതിനോട് കൂറ് പുലർത്തി ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹം വളർത്തിയെടുത്ത സഹാബത്തിന്റെയും ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ നമ്മൾ പരിശീലിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. ഊസികും ഹാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസമ്മി ലനാ നഫ്സഹു അസ്മാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനുള്ള ചില പേരുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, വാഴ്ത്തപ്പെട്ടവൻ എന്നർത്ഥം. എല്ലാ സ്തുതിയും പ്രശംസയും അംഗീകരിക്കുന്ന അള്ളാഹുവിനുള്ള സ്തുതിയല്ല, മനുഷ്യർക്ക് കൊടുക്കാവുന്ന പ്രശംസയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രശംസ അർഹിക്കുന്ന ആരാണ്? മുഹമ്മദ് നബിയാണ്. പക്ഷെ മുഹമ്മദ് നബിയെ പ്രശംസിച്ചിട്ട് ക്രൈസ്തവർ ഈസാ നബിയെ പ്രശംസിച്ച പോലെ ആകാൻ പാടില്ല. ലാ തുറൂനി കമാ അത്റഅത് നസാറ ഇബ്നു മറിയം, ഇബ്നു മറിയമിനെ പ്രശംസിച്ചതുപോലെ ആകരുത് ആര്? ക്രൈസ്തവർ. അവരത് അത് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുക? അബ്ദുല്ലാ, നിങ്ങൾ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മാത്രം പറയാം. അല്ലാതെ ക്രിസ്ത്യാനികൾ പറഞ്ഞ പുത്രനാണ് എന്ന് പറയരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയും അല്ലെ? മുഹമ്മദ് നബി വിളിച്ചു തേടുന്ന എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ പാപം പൊറുക്കണേന്ന് പറഞ്ഞിട്ട് നരകത്തിന് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു, ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം നബിയെ വിളിച്ചു തേടുന്ന പ്രാർത്ഥനകൾ റസൂലിനോട് കൊടുക്കുക, തങ്ങളെ എന്ന് വിളിച്ചിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് ഖൗം ആമീൻ ആമീൻ എന്ന് പറയാം. അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് റസൂലെ എന്ന് വിളിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ കൊടുക്കണം, കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കണം എന്ന് ദുആ ചെയ്യുമ്പോൾ തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ആമീൻ എന്ന് പറയാം. ഇതിനേക്കാൾ കടുത്ത ഒരു ശിർക്ക് മറ്റെന്താണ്? ബഹുദൈവത്തെ മറ്റെന്താണുള്ളത്? വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പ്രശംസിക്കണം, പ്രശംസ അറിയിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല.
മുഹമ്മദാണ്. അഹ്മദ് അതേ അർത്ഥം തന്നെ, എനിക്ക് അഹമ്മദ് എന്ന പേരുണ്ട്. വൽ മുഖഫി, മുഖഫി എന്ന് പറഞ്ഞാൽ അൽ മുത്തബൂലിൽ അംബിയ, അംബിയാക്കളുടെ പിന്നാലെ വന്നവൻ, ഏറ്റവും അവസാനം വന്ന പ്രവാചകൻ, അവസാനത്തെ ആൾ എന്ന് പേരുണ്ട്. വൽ ഹാഷിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താഴെയാണ് എല്ലാവരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടാം. അതുകൊണ്ട് ഹാഷിർ എന്ന് പേരുണ്ട്. വനബിയ്യു തൗബ, തൗബയുടെ നബി. വനബിയ്യു റഹ്മ, കാരുണ്യത്തിന്റെ നബി എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരുകളുള്ളതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയുക്തനായത് സ്വഭാവങ്ങളിൽ ഉത്തമമായതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ സാലിഹൽ അഖ്ലാഖ്, സൽസ്വഭാവം, നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയുക്തനായത് എന്ന് ഇമാം അഹ്മദ് ഇബ്നു മുസ്നദിൽ സ്വഹീഹായ ഹദീസിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. സഅദ് ബിൻ ഹിശാം ബിൻ ആമിർ അദ്ദേഹം പറഞ്ഞു, അതൈതു ആയിഷ റളിയല്ലാഹു അൻഹാ, ഞാൻ ആയിഷ ബീവിയെ സമീപിച്ചു. ഫഖുൽതു, എന്നിട്ട് ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ അഖ്ബിരീനി ബിഖുലുഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഖാലത്ത്, അവർ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. അമാ തഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖൗലല്ലാഹ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നീ ഉത്തമ സ്വഭാവത്തിലാണ്, താങ്കൾ ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണത്തിലാണുള്ളത് എന്ന് സൂറത്തുൽ ഖലം 4-ാമത്തെ ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കേൾപ്പിച്ചു. ഞാൻ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു, ബ്രഹ്മചര്യം സ്വീകരിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ, അങ്ങനെ ചെയ്യരുത്. അമാ തഖറഉ, നീ ഓതിയിട്ടില്ലേ ഖുർആനിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെയും പരലോകത്തെയും കാംക്ഷിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് നീ ഓതിയിട്ടില്ലേ? സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ ആയത്തിൽ കൊടുത്തു. അദ്ദേഹം ഹദീസ് റിപ്പോർട്ടർ പറയാ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട് എന്നുകൂടി ആര് പറഞ്ഞിട്ടുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇങ്ങനെ റസൂലുള്ളാഹിൽ നിന്ന് എങ്ങനെയാണ് സ്വഹാബികൾ സംസ്കാരം സ്വീകരിച്ചത്? അവര് ആയിഷ റളിയല്ലാഹു അൻഹയെ അടക്കമുള്ള അദ്ദേഹത്തിന്റെ പത്നിമാരുടെ അരികിൽ ചെന്ന് ദീന് ചോദിച്ച് പഠിക്കാം. ആ പഠിച്ചതിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിശൻ വലാ ലആനൻ വലാ സബ്ബാബൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറയാറുണ്ടായിരുന്നില്ല, അദ്ദേഹം ശപിക്കാറുണ്ടായിരുന്നില്ല, അദ്ദേഹം ആക്ഷേപവാക്കുകൾ ഉരുവിടാറുണ്ടായിരുന്നു, ചീത്ത പറയാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു ഒരിക്കലും മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ച തെറി പറയാൻ, മോശമായി സംസാരിക്കുക, ഇടിച്ചതായിട്ട് സംസാരിക്കുക, ശപിച്ചു വർത്താനം പറയാം. മനസ്സിലായില്ലേ? സ്വന്തം മക്കളെ വരെ ശപിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, വാപ്പാനമാരെ ശപിച്ച് വർത്താനം പറയുന്നവരുണ്ട്, പിന്നെ ബാക്കിയുള്ള പറയാനുണ്ടോ? ഇങ്ങനെ ശാപവാക്കുകൾ പറയുന്ന, തെറി വിളിക്കുന്ന, മറ്റുള്ളവരെ ശകാരിക്കുന്ന സമ്പ്രദായം റസൂലിനുണ്ടായിരുന്നില്ല. കാന യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ മഅതബ മാ ലഹു ജബീനും, ഏറിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ആക്ഷേപിക്കേണ്ടി വന്നാൽ ഇത്രേ പറയുള്ളൂ, അയാൾക്ക് എന്ത് പറ്റി, ഈ നേരം കൊണ്ട് സുജൂദ് ചെയ്തോടെ എന്ന് ചോദിച്ചു. നെറ്റിയിൽ മണ്ണ് കൊണ്ടുവിടുന്നു ചോദിച്ചാൽ അയാൾക്ക് സുജൂദ് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഈ നേരം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യുമായിരുന്നു? സ്കരിച്ചുകൂടെ, ദുആ ചെയ്തുകൂടെ എന്നാണ് നബി. ഒരാൾ ദേഷ്യം പിടിച്ചാൽ തയ്ക്കാം, ഈ മനുഷ്യന് ആ നേരം കൊണ്ട് തെറി പറയുന്ന ഒരാൾ, മോശമായി പെരുമാറുന്ന ഒരാൾ, ആ നേരം കൊണ്ട് അയാൾക്ക് പോയി ഒന്ന് സുജൂദ് ചെയ്താൽ, രണ്ടരക്ക് നിസ്കരിച്ചാൽ എത്ര കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി ചോദിക്കാൻ സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ സാധിക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും അദ്ദേഹം എങ്ങനെയാണ് സ്വഹാബത്തിനെ വളർത്തിയെടുത്തത് എന്നുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് വായിക്കാനും പഠിക്കാനുമുണ്ട്. പഠിക്കാനും പഠിക്കുന്നത് പരമാവധി കണിശതയോടുകൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 4 ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ചില സുഹൃത്തുക്കൾ, സഹോദരിമാർ രോഗശയ്യയിലാണ്, ആശുപത്രിയിലാണ്. അവർക്കെല്ലാം അള്ളാഹു അതിൽ നിന്ന് ശിഫയേകുമാറാകട്ടെ. മുസ്ലിങ്ങളായി പോയതിന്റെ പേരിൽ മാത്രം ലോകത്ത് വ്യത്യസ്തമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് ലോകത്തുടനീളമുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ആശ്വാസവും പിറവിയും നൽകുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.